ഹലോ ഓൾ, എല്ലാവർക്കും കോമേറ്റ് എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ അതായത് ക്ലാസ് 2ൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സുകൾ കാണാത്തവർ കാണുക. ക്ലാസ് 1-2 ആയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രഡക്ഷനും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സും നമ്മൾ 2 വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, നോർമൽ വെയർ ആൻഡ് ടയറിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്രീസിയേഷൻ്റെ ജേർണൽ എൻട്രി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അസറ്റ്സ് അക്കൗണ്ട്. കാരണം എന്താണ്, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അവിടെ ഡിമിനിഷിങ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഡിപ്രീസിയേഷൻ നമുക്കൊരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കുക. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ ആ കൺസേൺഡ് അസറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നു. സോ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും ഇത് കൺസേൺഡ് അസറ്റ്. ഇപ്പോൾ മെഷീനറി ആണെങ്കിൽ മെഷീനറി ലെസ് അതിൻ്റെ ഡിപ്രീസിയേഷൻ ആ ഒരു അസറ്റ് സൈഡിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ 2 സ്ഥലത്ത് എടുക്കുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും അങ്ങനെ 2 സൈഡിലും എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുമ്പോഴാണ്. ഇനി ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇഫ് ഡിപ്രീസിയേഷൻ ഇസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇതാണ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അസറ്റ്സ് അക്കൗണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അപ്പം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. സോ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിട്ടാക്കടം എന്ന് നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് പറയും. അതായത് ഇർറിക്കവറബിൾ ഡെപ്റ്റിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ലോസ് ആണ്. സോ നമ്മളത് എന്ത് ചെയ്യുന്നു, അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിലാണ് തരുന്നത് എങ്കിൽ when bad debt is given in trial balance, it should be taken on the debit side of the profit and loss account. നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസിൽ തരുവാണെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. ഇനി ബാഡ് ഡെപ്റ്റ് ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ് ആണ് തരുന്നത് എങ്കിൽ ബാഡ് ഡെപ്റ്റ് ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്, ദാറ്റ് മീൻസ് എന്താണ്, ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റിലെടുക്കും. ഏതൊക്കെയാണ്, ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കും. അപ്പം അതാണ് ഈ ബാഡ് ഡെപ്റ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ പ്രൊവിഷൻ വരുമ്പോഴും എന്താണ്, നമുക്കത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് കുറച്ചധികം കൺഫ്യൂഷൻസ് വരും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് എന്തൊക്കെ കേസസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഉണ്ടാവുക ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ബാഡ് ഡെപ്റ്റ് എന്നുണ്ടാവും. അതുപോലെ തന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് എന്നുണ്ടാവും. ദെൻ ഓൾഡ് പ്രൊവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷനും ഉണ്ടാവും.
ഈ 4 കേസസ് ആണ് നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. സോ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇത് നോർമലി ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ബാഡ് ഡെപ്റ്റ് എന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ട്രയൽ ബാലൻസിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻ ആയിരിക്കും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്. ഇനി ഫർദർ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് ന്യൂ ബാഡ് ഡെപ്റ്റ്സ് ആണ്, അത് നോർമലി അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വരാറുള്ളത്. അപ്പോൾ ഈ 4 കേസസ് ഓർത്ത് വെക്കുക: ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ്, ഓൾഡ് പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജസ്റ്റ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് ആണ് നമുക്ക്. സോ നമ്മൾ എവിടെയാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻസ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ്, ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതാം. ഇനി എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ്, അതായത് ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് എന്ന് പറയും. ആ ഫർദർ അല്ലെങ്കിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ദെൻ ഇനി ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ന്യൂ പ്രൊവിഷൻ നമ്മൾ എടുക്കുക. അത് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ന്യൂ പ്രൊവിഷൻ. ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് കൊടുത്തിട്ടുണ്ടാവുക. സോ അത് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇത്രയും ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുക. അപ്പം ബാഡ് ഡെപ്റ്റ് ഇങ്ങനെ കുറേ കേസസ് തന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിലാണ് ഉണ്ടാവുക. ഫർദർ ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷനും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇത് ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം 2 സൈഡ്സ് ആണുള്ളത്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. സോ അസറ്റ് സൈഡിൽ നമ്മൾ നോർമലി ഡെപ്റ്റേഴ്സ് എഴുതാറുണ്ട്. സോ ഡെപ്റ്റേഴ്സ് നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡെപ്റ്റേഴ്സിൽ നിന്നും ഓൾറെഡി നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ ബാഡ് ഡെപ്റ്റ് എല്ലാം കുറച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുക, ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് ന്യൂ ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ബാഡ് ഡെപ്റ്റ് നമ്മൾ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷനും നമ്മൾ കുറയ്ക്കുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുക. കാരണം എന്താണ്, ബാഡ് ഡെപ്റ്റ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ എടുക്കുള്ളൂ. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു. ബാക്കി 2 എണ്ണമാണ് നമുക്ക് ബാക്കിയുള്ളത്, ഫർദർ ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷനും. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കൂടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ബാഡ് ഡെപ്റ്റിൻ്റെ കേസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി മറ്റ് ബാഡ് ഡെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. സോ പ്രൊവിഷൻ അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ്. പ്രൊവിഷൻ അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും. ആ പ്രൊവിഷൻ എന്ത് ചെയ്യും, നമുക്ക് ഓപ്പണിംഗ് പ്രൊവിഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് ടേക്കൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡ് മീൻസ് നമ്മളിവിടെ മൈനസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുന്നു. അതിന് പകരം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഓൾഡ് പ്രൊവിഷൻ എന്ന് എഴുതി കഴിഞ്ഞാലും നമുക്ക് സെയിം ഇഫക്റ്റ് ആണ് വരിക. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ തന്നെ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അത് മൈനസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇവിടെ കാണിക്കാതെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാലും ഒരേ എഫക്റ്റാണ്, ഒരേ എമൗണ്ടാണ് നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ്ലി ബാഡ് ഡെപ്റ്റ് ഫോർ ദി കറണ്ട് ഇയർ ആൻഡ് ന്യൂ പ്രൊവിഷൻ വിൽ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഓപ്പണിംഗ് പ്രൊവിഷൻ. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നോർമലി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ +1 +2 പഠിച്ചതാണ്. അപ്പം ഡെപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യണം, ഫർദർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം. ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ്.
ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതായത് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ന്യൂ പ്രൊവിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നോർമലി കണ്ടുപിടിക്കാറുള്ളത്. അപ്പം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ലോസ് ആണ് അല്ലേ. കാരണം നമ്മൾ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പം നമുക്കാണ് അതിൻ്റെ ലോസ്, നമുക്കാണ് ഇൻകം കുറവ് വരുന്നത്. സോ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. സോ അഡ്ജസ്റ്റിംഗ് എൻട്രി വിൽ ബി പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ന്യൂ പ്രൊവിഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ഡിഡക്റ്റഡ് ഫ്രം ദി ഡെപ്റ്റേഴ്സ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ, നോർമലി ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരിക. അപ്പോൾ എന്താണ്, നമ്മൾ ഇത് അസറ്റ് സൈഡിലും രണ്ട് സ്ഥലത്ത് നമ്മൾ കാണിക്കണം. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അപ്പം നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബബിൾ ലോസ് ആണ് അല്ലേ. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോബബിൾ ഇൻകം ആണ്. ഹെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ് ഫോർ ദി സെയിം. അപ്പോൾ അതിൻ്റെ എൻട്രി ഇങ്ങനെയാണ് വരിക, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻകം, പ്രോബബിൾ ഇൻകം. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി സൺട്രി ക്രെഡിറ്റേഴ്സ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അങ്ങനെ രണ്ട് സ്ഥലത്താണ് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണ് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. അതായത് ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും ഫയർ കൊണ്ട് ഉണ്ടാവുന്ന ലോസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഡിഫറെൻറ്റ് കേസസിലാണുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇൻഷൂർ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻഷൂർ ചെയ്തിട്ട് ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടിയെങ്കിൽ, ഈ തേർഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഷൂർ ചെയ്തിട്ട് ഓൺലി പാർട്ട് എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ 3 കേസസ് ആണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. The goods may be lost due to fire, accident, etc. Such goods loss may be either insured or uninsured. ഇനി ഗുഡ്സ് നോട്ട് ഇൻഷുവേർഡ്, ഗുഡ്സ് ഇൻഷുവേർഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻഷൂർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻ കേസ് ഫയർ ഉണ്ടായി നമുക്ക് ഗുഡ്സ് ലോസ് ആയിക്കഴിഞ്ഞാൽ ദ ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഇവിടെ നോട്ട് ചെയ്യുക, ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് കാണിക്കുക. The same amount would be shown on the debit side of the profit and loss account because it is an expense for us. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, നോർമലി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? സെയിൽസ് അല്ലേ, ലെസ് സെയിൽസ് റിട്ടേൺസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഇത് ഈ ഗുഡ്സ് എന്ന് പറയുന്നത് ഫയർ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്തില്ല എങ്കിൽ ആ ഗുഡ്സ് എവിടെയായിരിക്കും വരിക? ഈ ക്ലോസിംഗ് സ്റ്റോക്കിലായിരിക്കും വരിക അല്ലേ. ഇപ്പോൾ ആ ഗുഡ്സ് ഫയർ കൊണ്ട് നമുക്ക് ഡിസ്ട്രോയ് ചെയ്തത് കൊണ്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ അത്രയും എമൗണ്ട് കുറവ് വന്നു. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്സ് ഡിസ്ട്രോയിഡ് അല്ലെങ്കിൽ ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത് ലോസ് ഓഫ് സ്റ്റോക്ക്. കാരണം നമുക്ക് സ്റ്റോക്ക് അത്രയും കുറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ വരുന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഫയർ കൊണ്ട് നമുക്ക് ലോസ് വന്നപ്പം അത് ലോസ് ഓഫ് സ്റ്റോക്കായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ലോസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ്സ് ഡിസ്ട്രോയിഡ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഫസ്റ്റ് വരുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം അതൊരു എക്സ്പെൻസ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ലോസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ് ഡിസ്ട്രോയിഡ് അക്കൗണ്ട്. ഇനി ഇൻ കേസ് ഗുഡ്സ് ഇൻഷുവേർഡ് ആണെങ്കിൽ, ഇഫ് ഗുഡ്സ് ആർ ഇൻഷുവേർഡ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ക്ലെയിം ഇൻ ഫുൾ, ഗുഡ്സ് ഇൻഷുർ ചെയ്തു, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തു, നമുക്ക് ഫുള്ളായിട്ട് ക്ലെയിം തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് എൻട്രി, അങ്ങനത്തെ കേസിൽ നമുക്ക് ഒരു ലോസും ഇല്ല അല്ലേ, നമുക്ക് ലോസ് വന്നു, ബട്ട് അതെന്ത് ചെയ്തു, ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിൻ്റെ ക്ലെയിം തന്നുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് വി ഹാവ് നോ ലോസ്. സോ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക.
ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ലോസ് ഓഫ് സ്റ്റോക്ക് എന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അക്കൗണ്ട് എന്ന് കാണിക്കണം. ഇനി അത്ര മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം നമുക്കൊരു എക്സ്പെൻസ് വന്നിട്ടില്ല, നമുക്കൊരു ലോസും സംഭവിച്ചിട്ടില്ല. ഇനി ഗുഡ്സ് ഇൻഷുവേർഡ് ആണ്, പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഓൺലി പാർട്ട്, അതായത് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഓൺലി പാർട്ട് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്തിട്ടുള്ളൂ എങ്കിൽ, നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ത് ചെയ്യണം, ആ അൺക്ലെയിംഡ് പോർഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് സൈഡിൽ, ഓക്കെ, ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കാരണം നമ്മൾക്ക് അതൊരു എക്സ്പെൻസ് ആണ്. ഇനി the amount due from insurance company is shown on the asset side of the balance sheet. ഓക്കെ, അതെല്ലാ കേസസിലും എന്ത് ചെയ്യണം, നമ്മൾ എമൗണ്ട് ഡ്യൂ ഫ്രം ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഡ്യൂ ആവുന്ന എമൗണ്ട് നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ഇത്രയും കേസസ് ആണ് നമുക്ക് വരുന്നത്. 3 കേസസാണ് നമ്മൾക്ക് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയറിൽ വരുന്നത്. ഇനി ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ഓർ പ്രൈവറ്റ് യൂസിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഡ്രോയിങ്സ് നോർമലി നമ്മൾ ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ് കൊടുക്കാറുള്ളത്. ഇവിടെ നമ്മൾ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് കുറവ് വരിക, നമ്മുടെ പർച്ചേസസിലാണ് നമ്മൾക്ക് കുറവ് വരിക. സോ ദ എൻട്രി വിൽ ബി drawings account debited to purchase account. Drawings account debited to purchase account. ഇനി അതിന് ട്രീറ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പർച്ചേസിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് കുറച്ച് കാണിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ഡ്രോയിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റഡ് ആസ് ഡ്രോയിങ്സ് ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ, ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കുറയും അല്ലേ, കാരണം നമുക്കറിയാം സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ്. അപ്പം ആ ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്താണ്, ബിസിനസ്സിന് ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ആ ലയബിലിറ്റിയിൽ കുറവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. അതായത് അഡ്വർടൈസ്മെൻ്റ് എല്ലാം, വലിയ അഡ്വർടൈസ്മെൻ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഫ്രീ സാമ്പിളായിട്ട് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത്തരം കേസസിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള കേസാണ് വരുന്നത്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഇനി അതെങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ദിസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്നും കുറച്ച് നമ്മൾ കാണിക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ്, കാരണം അത്രയും അത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടാണ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് അറിഞ്ഞു വെക്കുക, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത് വരുന്നൊരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ +2 ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 or more persons join hands to set up a business. അല്ലെ, 2 അതിലധികം ആൾക്കാരോ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ചേരുകയാണ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ്സ് ഓർ ലോസസ് എന്ത് ചെയ്യുന്നു, ഒരു അഗ്രീഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. സോ പാർട്ട്ണർഷിപ്പ് ഗവേൺ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഗവേൺസ് എന്താണ്, പാർട്ട്ണർഷിപ്പ്. അപ്പം ഈ സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ് പാർട്ട്ണർഷിപ്പിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ് the relation between persons who have agreed to share the profits of a business carried on by all or any one of them acting for all.
അപ്പം എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് തമ്മിലുള്ള റിലേഷനാണ്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഗ്രി ചെയ്തിരിക്കുന്നു. എല്ലാവരും, അതായത് ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും കൂടി ചെയ്യുന്ന ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഏറ്റെടുത്തിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ബിസിനസ്സായിരിക്കാം. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, ഡെഫിനിഷൻ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മീനിങ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഓരോ പാർട്ട്ണർഷിപ്പിൻ്റെ ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നാണ് പറയുക, കളക്റ്റീവ്ലി ആണെങ്കിൽ ഫേം എന്നാണ് പറയുക. ഒരു ഫേമിനൊരു നെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. എഗ്രിമെൻ്റ് ഉണ്ടാവും. 2 or more പാർട്ട്നേഴ്സ് തമ്മിൽ ഓറലോ അല്ലെങ്കിൽ റിട്ടേണോ ആയിരിക്കാം. ഇനി ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു എഗ്രീഡ് റേഷ്യോയിലായിരിക്കാം, ചിലപ്പം ഈക്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എഗ്രീഡ് റേഷ്യോയിലായിരിക്കാം. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ലോഫുൾ ബിസിനസ് ആയിരിക്കണം. എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് ലോഫുൾ ആയിരിക്കണം. ഇനി മ്യൂച്വൽ ഏജൻസി ഉണ്ടായിരിക്കണം, അതായത് ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ദെൻ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഫോമിംഗ് പാർട്ട്ണർഷിപ്പ് ഇസ് 2. ദ മാക്സിമം നമ്പർ ഈസ് 10 ഫോർ ബാങ്കിങ് ബിസിനസ് ആൻഡ് 20 ഫോർ അതർ. ഇനി ലയബിലിറ്റി ഓഫ് ദി പാർട്ട്ണർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ എസെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോട്ട് കമ്പൾസറി ആണ്. രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൾസറി ഫോർ പാർട്ട്ണർഷിപ്പ്. ദെൻ നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആ ഒരു ഡീഡ് എന്ന് പറയുന്ന ഓറലോ റിട്ടേണോ ആയിരിക്കാം, ബട്ട് നോർമലി നമ്മൾ റൈറ്റിങ്ങിലുള്ള ഡോക്യുമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നെയിം ഓഫ് ദി ഫേം ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ദി ബിസിനസ്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദി ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ദെൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എമൗണ്ട് ഓഫ് സാലറി, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ എന്ന റേഷ്യോ എങ്ങനെയാണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണോ വേണ്ടയോ, വേണമെങ്കിൽ തന്നെ അത് എത്രയാണ് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിലാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർഡ് ഈക്വലി ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. നോ പാർട്ട്ണർ ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഒരു ആൾക്കും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടില്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് അഡ്വാൻസിൽ മാത്രമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. 6% പെർ ആനം ആയിരിക്കും. 6% പെർ ആനം ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഓർ അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഇനി സാലറി ഓർ അതർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി ഓർ റെമ്യൂണറേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് റൂൾസിൽ വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ബേസിക്സ് കൊണ്ട് നമുക്ക് നിർത്താം. ഇനിയും നമുക്ക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, മെത്തേഡ്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അഡ്മിഷൻ റിട്ടയർമെൻ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട്